നമ്മൾ ദേശസ്നേഹം എന്ന് പറഞ്ഞ് ഇതിൽ നടക്കുന്നുണ്ട് ഒരുപാട് അല്ലേ. നമ്മുടെ ഭാരതമാതാ കി ജയ്, വന്ദേ ഭാരത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുന്നുണ്ട്. ആരാണ് ഈ ഭാരതമാത? ഹിമാലയത്തിൽ പോയിരിക്കുന്ന കക്ഷിയാണോ, അതോ ഡൽഹിയിലെ പാർലമെൻറ്റിലാണോ ഉള്ളത്? എവിടെയാണ് നമ്മുടെ ഭാരതമാത? നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ട ഒന്നാണോ ഭാരതമാത എന്ന് പറയുന്നത്? ഭാരതമാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് സർവ്വതും തരുന്ന നമ്മുടെ അമ്മ അല്ലേ. അത് നമ്മൾ ജീവിക്കുന്ന ഈ മണ്ണല്ലേ. ശരിക്കും ഒന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ലഭിക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ്. നമ്മളതിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? മണ്ണ് നമുക്ക് എന്ത് തരുന്നു, നമ്മളതിൽ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഭക്ഷണം, അതെ, ജലം, വായു, ഇതെല്ലാം ശുദ്ധമാവണം. നമ്മൾ ഭക്ഷണം നമുക്ക് എവിടെ നിന്നോ കിട്ടുന്ന അല്ലേ, ആരോ ഉണ്ടാക്കി ആരോ സംസ്കരിച്ച് ശരിയാക്കി കൊണ്ടുവരുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുന്നു എന്ന് വിചാരിക്കാം, എങ്കിലും അതിലടങ്ങിയിരിക്കുന്ന എന്തൊക്കെ എന്ന് നമുക്ക് പറയാനേ ആവില്ല. പഴയ കാലത്ത് തീർച്ചയായും നമ്മുടെ ആ ഒരു ശ്രദ്ധ, നമ്മുടെ ആഹാരത്തിലുള്ള ആ ഒരു ശ്രദ്ധ വളരെയേറെ ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് ആലോചിച്ചാൽ നമ്മുടെ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് ഇപ്പം എന്നെപ്പോലുള്ളവർ ഇത്രയും പ്രായത്തിലും ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് ചെറുപ്പത്തിൽ കഴിച്ച ഒരു നല്ല ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്, അത് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നല്ല കാര്യമായിട്ട് നമുക്ക് ആരോഗ്യത്തോടെ നടക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഭക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എല്ലാം വിഷലിപ്തമാക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കരയുന്നുണ്ടല്ലോ. പക്ഷേ ആരാണത്? നമ്മൾ ശരിക്കും പണി ചെയ്യാനായിട്ട് മടിച്ച് അല്ലേ, മടി പിടിച്ച ഒരു ജനതയായി മാറിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. നമ്മൾ ഈ പറഞ്ഞ ഭാരതമാതാവിന് ജയ് വിളിക്കുമ്പോഴും നമ്മൾ മണ്ണിലൊന്നും പണിയെടുക്കാതെ, നമ്മൾ ഒരു പണിയും ചെയ്യാതെ കുഞ്ഞുങ്ങളെ മുഴുവൻ പുറത്തേക്ക് പറഞ്ഞു വിടുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. സത്യമല്ലേ? അത് അവർ പുറത്തു പോയി കൊണ്ടുവരുന്ന കാശ്, അയച്ചു തരുന്ന കാശും കൊണ്ട് നമ്മളിവിടെ ജയ് വിളിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും ഒക്കെ ഇവിടെ വളർന്നില്ലെങ്കിൽ എങ്ങനെ ഭാരതമാതാവിനോട് സ്നേഹമുള്ളവരായി മാറും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. കാശ് മതിയോ? പോരാ. നമ്മുടെ ഈ ഭാരതഭൂമിയിൽ ജീവിക്കണം, നമ്മുടെ ഈ മണ്ണിൽ നമ്മൾ വളരണം, കുഞ്ഞുങ്ങളെയും വളർത്തണം. അച്ഛനും അമ്മയും മക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ട്, മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഭാരതമാതാവിനോടുള്ള സ്നേഹം ഉണ്ടാകൂ എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അതിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഗുഗ വിളിച്ചിട്ട് കാര്യമില്ല, പൂക്കൾ അർപ്പിച്ചിട്ട് കാര്യമില്ല. ഉണ്ടോ നമ്മൾ നമ്മുടെ മണ്ണിനെ? അപ്പോൾ മണ്ണിലേക്ക് നമ്മൾ കൃഷി അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താണ് ചെയ്യുക? അതിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ആ വിഭവങ്ങൾ ജൈവം ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളുടെ ഇത് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. നമ്മൾ ആ മണ്ണിലേക്ക് ഇടുന്ന വളങ്ങളൊക്കെ ആ മണ്ണിന് കൊടുക്കുന്ന ഭക്ഷണമാണ്. അത് അവിടെ കിടന്ന് ജൈവവളമാണെങ്കിലും ഇലകളാണെങ്കിലും ഒക്കെ അതിൽ ഇഴുകിച്ചേർന്ന് ഒരു വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് മാറുമ്പോൾ മാത്രമേ അവിടെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരം മാത്രമല്ല, നമ്മൾ മണ്ണിലേക്കും കൂടെ കൊടുക്കണം. അതിലൊരുപാട് ജീവിവർഗങ്ങളുണ്ട്. നമ്മൾ ഓരോ തവണയും നമ്മൾ കളനാശിനി എന്ന് പറഞ്ഞു, നമ്മൾ എന്തിനാണ് കളനാശിനി അടിക്കുന്നത്? ആ കള പറിക്കാനായിട്ട് ചെയ്യുന്നവർക്ക് കളനാശിനി വളരെ കുറഞ്ഞ തുക മുടക്കിയാൽ മതി എന്നുള്ളതുകൊണ്ടല്ലേ. അതിന് പകരം അവിടെ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള കാശുമായി അവർക്കൊരു ജീവിക്കാനുള്ള ഒരു ധനം അവിടെ നിന്നും കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ മനസ്സിതിലൊക്കെ ഭാഗഭാക്കാണ്. ഈ പണിയുന്നയാളുടെ ആണെങ്കിലും ഈവൻ അവിടെ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പോലും മനസ്സ് ഈ ഭൂമിയായിട്ട് ശരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയായിട്ടും
ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ പ്രാണിജാലങ്ങളായിട്ടും പിന്നെ നമ്മൾ കേട്ടിട്ടില്ലേ, ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പശുക്കൾ കൂടുതൽ പാല് തരും, അതുപോലെ സസ്യങ്ങൾ വളരാൻ സഹായകമാണ്. അതുപോലെ ഈ നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ നെൽകൃഷി നന്നായിട്ട് വളരുമത്രേ. അവർക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരമ്പത്തൂടെ ഇങ്ങനെ പോകുന്നത് നെൽകൃഷി കൂടുതൽ ഫലം തരാനും വളരാനും ഒക്കെ പര്യാപ്തമാണെന്നാണ് അറിവുള്ളവർ പറയുന്നത്. എന്നുവെച്ചാൽ കർഷകർ നിലത്തിൽ ഇറങ്ങി പണിയെടുക്കുന്ന സാധാരണ മനുഷ്യർ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവയുമായിട്ടുള്ള ഒരു സംസർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യന്ത്രങ്ങൾക്ക് പകരം മൃഗങ്ങളും പണ്ടത്തെ പോലെ കാളകളും മനുഷ്യരും ചാണകവും ചവറും ഒക്കെ ഇട്ട് എല്ലാവരും കൂടിയുള്ള ഒരു യജ്ഞം തന്നെ, എല്ലാവർക്കും വേണ്ടി കൂടിയുള്ള ആ ഒരു യജ്ഞം എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയിൽ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന നെല്ലിൽ നിന്നും നമ്മൾ തന്നെ സംസ്കരിച്ചെടുക്കുന്ന അരി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രകൃതി സ്നേഹം തന്നെയാണ്. എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു ഭക്തി, ഒരു പ്രാർത്ഥന അതിലടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമി മാതാവിൻ്റെയും ആ ചുറ്റുവട്ടത്തുള്ള സർവ്വചരാചരങ്ങളുടെയും ആ ഒരു പ്രാർത്ഥന കൂടി നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അത് അവർക്കും കൊടുക്കും, മൃഗങ്ങൾക്കും കൊടുക്കും. ഈ വളം ഇടുന്നതിൽ കൂടി നമ്മുടെ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും പുല്ലുകൾക്കും പിന്നെ ഈ അതിനകത്തെ എന്തെല്ലാമുണ്ട്, മത്സ്യങ്ങൾ, എന്തൊക്കെയാ, ഞണ്ട്, തവള എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാണികൾ അല്ലേ അതിൽ നടപ്പുണ്ട്. അവരുടെ കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന ഈ ലോകം, ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല അല്ലേ. അവരും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണമെങ്കിലും അവരും കൂടെ വേണം. മണ്ണരിയല്ലേ ഉഴുതു മറിച്ച് തരുന്നത്, നമുക്കറിയാലോ. പക്ഷേ നമ്മൾ ഈ കളനാശിനി അടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ നാശമാണ് ഉണ്ടാകുന്നത്. കൊതുക് പെരുകുന്നു, കാരണം തവളകളൊന്നുമില്ല, അതുങ്ങളെയൊക്കെ കൊന്നുകളയുകയാണ് ഈ വിഷം അടിക്കുന്നതിൽ കൂടി. നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അതിൽ വിടാൻ പറ്റിയല്ല അല്ലേ. വിഷം അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ വായുവിലും വിഷമാണ് കളനാശിനി അടിക്കുമ്പോൾ. അത് തന്നെയാണ് നമ്മൾ ശ്വസിക്കുന്നത്. അതിൽ കൂടി നമ്മളും വിഷം ഉള്ളിലേക്ക് എടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ അസുഖങ്ങൾ പെരുകുന്നത്. നമുക്കതൊക്കെ നിർത്താൻ പറ്റില്ല എന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. കാശ് നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മുടെ ആരോഗ്യമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാലോ? നിങ്ങളെത്തി പറയുന്നു. നമുക്ക് കൂട്ടായി ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. നമ്മൾക്ക് ഈ കരച്ചിൽ നിർത്താം, എന്നിട്ട് നമുക്ക് പണിയെടുക്കാം എല്ലാവർക്കും കൂടി ഒന്നായിട്ട്. ഓക്കെ.